ഇന്ന് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൽ പഠിപ്പിക്കുന്ന ഫാബ്രിക് ആൻഡ് ടെക്സ്റ്റൈൽ സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഫാബ്രിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ത്രൂ ഔട്ട് പ്രോസസ്സ്, അതായത് യാണ് മുതൽ അല്ലെങ്കിൽ ഫൈബർ മുതൽ നമ്മളൊരു മെറ്റീരിയൽ എങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ടെക്സ്റ്റൈൽ. സോ എങ്ങനെയാണ് ഒരു ഫാബ്രിക് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് അത് ടെക്സ്റ്റൈലൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുക. അതിൽ മെയിനായിട്ട് ഫാബ്രിക് സയൻസ് ഉണ്ട്. അതിൽ നമ്മൾ ഒരു മെറ്റീരിയലിൻ്റെ ഘടന, അതിൻ്റെ സ്വഭാവം, ക്യാരക്ടേഴ്സ് ഇതൊക്കെയാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഫാബ്രിക് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അറിയേണ്ടത് ഫൈബേഴ്സാണ്. കോട്ടൺ ഫൈബർ, സിൽക്ക്, വൂള്, പോളിസ്റ്റർ ഇത്തരം ഫൈബേഴ്സ് കൊണ്ടാണ് നമ്മൾ യാണ് ഉണ്ടാക്കുക. ഫൈബർ എന്ന് പറയുമ്പോൾ നാരാണ്, യാൺ എന്ന് പറയുന്നത് നൂലാണ് ട്ടോ. അങ്ങനെ നമ്മൾ യാൺസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു ഫാബ്രിക് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുക. അതായത് നൂല് കൊണ്ടാണ് നമ്മളൊരു തുണി ഉണ്ടാക്കുക. പിന്നെ നമ്മൾ ആ ഒരു ഫാബ്രിക്കിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കും. സോഫ്റ്റ് ആണോ, സ്റ്റിഫാണോ, ഡ്രൈപ്പിംഗ് ആണോ, ഷൈനി ആണോ, ഇത്തരം കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഒരു ഫാബ്രിക്കിന് വേണ്ട ഗുണങ്ങളാണ് ട്ടോ. പിന്നെ അതിൻ്റെ ഡൈയിങ്, അതായത് അബ്സോർപ്ഷൻ, കളർ എങ്ങനെ എത്രത്തോളം അബ്സോർബ് ചെയ്യും, കാരണം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് കളറിലേക്ക് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. പിന്നെ പ്രിൻറ്റിങ്ങും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ വസ്ത്രത്തിനും അനുയോജ്യമായിട്ടുള്ള മെറ്റീരിയൽ എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക സെലക്ട് ചെയ്യുക എന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനാണ് ഫാബ്രിക് ആൻഡ് ടെക്സ്റ്റൈൽ സബ്ജക്ട്സ് ഫാഷൻ ഡിസൈനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പഠിക്കൽ മസ്റ്റാണ്. ഇതിൽ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസും വരുന്നുണ്ട്. അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിടത്തോളം നിങ്ങൾക്ക് ബേസിക് ആയിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. സോ ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടും സ്യൂയിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് സ്റ്റിച്ചിങ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.